ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു തന്ന ഒരു ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള ടാന് മാറാൻ, അതേപോലെ തന്നെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അദ്ദേഹം ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇത് കിട്ടുന്നത്. നമുക്കതിന് ആദ്യം വേണ്ടത് ഒരു തക്കാളി തന്നെയാണ്. പിന്നെ വേണ്ടത് ഒരു കുക്കുംബർ വേണം, പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി വേണം. അപ്പോൾ ഈ തക്കാളിയാണ് മെയിനായിട്ട് പറയുന്നത്. തക്കാളി ഇതേപോലെ ഒന്ന് അതിൻ്റെ ജ്യൂസ് നിങ്ങൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തക്കാളീൻ്റെ ജ്യൂസ് ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതൊരു ഫേഷ്യലിൻ്റെ രൂപത്തിൽ നമുക്കിത് ചെയ്തെടുക്കുകയെന്നാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അദ്ദേഹം 3 തരത്തിൽ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇത് 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാനാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിത് തക്കാളി ഇതേപോലെ ചെറുക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കക്കിരിക്ക എന്ന് പറഞ്ഞാൽ വെള്ളരിയല്ല കേട്ടോ, കറിയിൽ ഉപയോഗിക്കുന്ന വെള്ളരിയല്ല, സാലഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കക്കിരി ഉണ്ടല്ലോ, കുക്കുംബർ, അതാണ് ഈ സാധനം. അതും നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുകിയെടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും നീരാണ്, തക്കാളീൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ ഈ കുക്കുംബറിൻ്റെ ഇതുമാണ് നമുക്ക് വേണ്ടത്. പേസ്റ്റാണ്, അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറുകിയെടുത്ത കുക്കുംബറിൻ്റെ ആ ഒരു വെള്ളം നമുക്ക് ഇത് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നീര് കിട്ടും. ആദ്യം നമുക്ക് ഇത് രണ്ടും ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഒരു ടേബിൾ സ്പൂണ് തക്കാളീൻ്റെ നീരെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. മുഖം സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന നേരം തന്നെ മുഖത്ത് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആവാൻ ഇത് സഹായിക്കും ഈ സ്ക്രബിങ്. അതുപോലെ തന്നെ മുഖം നല്ലോണം ഒന്ന് പോളിഷാവും, നല്ലൊരു രീതിക്ക് തന്നെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് സാറ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 3 തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്കിത് ഒരു സ്റ്റെപ്പായിട്ട് ഫേഷ്യൽ പോലെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചളിയാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കൊരു മസാജിങ് ജെല്ല് പോലെ തയ്യാറാക്കാം. 1 ടീസ്പൂണ് ഈ തക്കാളീൻ്റെ പേസ്റ്റും 1 ടീസ്പൂൺ ഈ കുക്കുംബറിൻ്റെ ജ്യൂസും പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് തേനുമാണ്. ഇത് 3 മിക്സ് ചെയ്ത് മുഖത്തേക്ക് പുരട്ടി കൊടുക്കുക. നിങ്ങൾ ഈ വെയിലത്തെല്ലാം പോയി വന്നാൽ മുഖം നല്ല ടാൻ അടിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു സമയത്ത് ഇത് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിലുള്ള ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ 2 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്ത മുഖത്തേക്ക് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് 5 10 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കഴുകിക്കളയാം കേട്ടോ. കഴുകി തുടച്ചെടുക്കുക. അതിന് അവസാനമായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കുക. അതിന് 1 ടീസ്പൂൺ തക്കാളി നീരിലേക്ക് ഓട്സിൻ്റെ പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓട്സ് പൗഡറും തക്കാളി നീരും കൂടി ഇട്ടിട്ടുള്ള ഈ ഒരു ഫേസ് പാക്കാണ് അവസാനമായിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി നിങ്ങൾക്ക് ടാന് മാറാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതുപോലെ ഒരു ഫേഷ്യൽ സ്റ്റെപ്സ് പോലെ ഇതുപോലെ ചെയ്യാനാണെങ്കിൽ മുഖത്ത് നല്ലൊരു ഗ്ലോ, നിറം, തിളക്കം എല്ലാം വരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ തക്കാളി നീരെടുത്തിട്ട് ഈ 3 സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയെന്നാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. സാറ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് ഇത് ഫേസിൽ വെച്ചാൽ മതി. 20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്കിത് കൈക്കളയാം. ആ ഒരു സമയത്ത് നല്ലൊരു ഗ്ലോ വരും കേട്ടോ. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും ഈ തക്കാളി നീരും അതേപോലെ തന്നെ ഓട്സിൻ്റെ പൊടിയും. ഇത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിലങ്ങ് കഴുകിക്കളയാം. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് ക്രീം വാങ്ങിയിട്ട് അസുഖങ്ങൾ വരുത്തുന്നതിൽ നല്ലതാണ് ഈ ഡോക്ടേഴ്സ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം, വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെല്ലാം എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്ന വല്ല സാധനങ്ങൾ നിങ്ങളുടെ ഫേസിന് പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിൽ പാസ്റ്ററൈസ് ചെയ്തിട്ട് മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് സാറ് പറഞ്ഞ ഡോക്ടർ രാജേഷ് കുമാർ
പറഞ്ഞത് തന്നെയാണോ എന്നുള്ള സംശയമുള്ളവർക്ക് ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സാറ് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ചെയ്ത് കാണിച്ചാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് ചെയ്ത് കാണിച്ചു തന്നത്. നല്ല റിസൾട്ടാണ്, ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം ഉറപ്പായിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.